ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു ACS ഓൺലൈൻ ക്ലാസ്. അപ്പോൾ മാത്സ് പഠിച്ചിട്ട് കുറച്ച് ദിവസമായല്ലേ? എല്ലാവരും മാത്സ് പഠിക്കാനായിട്ട് റെഡിയായിട്ടിരിക്കുകയാണെന്ന് മിസ് വിശ്വസിക്കുന്നു. നമ്മൾ പഠിച്ച ഭാഗത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. പേജ് നമ്പർ 120. ഓക്കെ, ക്രോസ് മീ ഔട്ട്. കണ്ടില്ലേ, ക്രോസ് മീ ഔട്ട്. ഇത് ഒരു ഗെയിമാണ്. ഇവിടെ ഈ ഗെയിം കളിക്കാനായിട്ട് 2 കുട്ടികളും ഒരു ടീച്ചറും ഉണ്ട്. ഓക്കെ, ആ ഗെയിം എങ്ങനെയാണെന്നുള്ളത് അവിടെ സംഭാഷണത്തിലൂടെ മിസ് പറഞ്ഞുതരാം. ഫസ്റ്റ് ഒരു ബോയ് പറയുന്നത് കേട്ടോ. കം ടുഡേ വി വിൽ പ്ലേ ക്രോസ് മീ ഔട്ട് വിത്ത് അവർ ടീച്ചർ. വരൂ, നമുക്കിന്ന് നമ്മുടെ ടീച്ചറുമായിട്ട് ക്രോസ് മീ ഔട്ട് എന്ന ഗെയിം കളിക്കാം. അപ്പം മറ്റൊരു കുട്ടി പറയും, തിങ്ക് ഓഫ് സം നമ്പേഴ്സ് ബിറ്റ്വീൻ 10 to 50. 10ൻ്റെയും 50ൻ്റെയും ഇടയിൽ വരുന്ന കുറച്ച് നമ്പേഴ്സിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. റൈറ്റ് ദം ഇൻ ദ ബോക്സ്, ഡു നോട്ട് റിപ്പീറ്റ് എ നമ്പർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് നമ്പേഴ്സ് ഇതുപോലുള്ള ഒരു ബോക്സ് വരച്ചിട്ട് ഇഷ്ടമുള്ള കുറച്ച് നമ്പേഴ്സ് 10ൻ്റെയും 50ൻ്റെയും ഇടയിൽ വരുന്ന കുറച്ച് നമ്പേഴ്സ് എന്ത് ചെയ്യണം? ഇതുപോലെ ആ ബോക്സിനകത്ത് എഴുതണം. ഓക്കെ, ഇഷ്ടമുള്ള നമ്പേഴ്സ് എഴുതാം കേട്ടോ. 10ൻ്റെയും 50ൻ്റെയും ഇടയിലുള്ള എല്ലാ നമ്പേഴ്സും എഴുതാനൊന്നും പറ്റത്തില്ല. ആ ബോക്സിൽ ആകപ്പാട് 12 കോളംസേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമുള്ള 12 നമ്പേഴ്സ്, 10ൻ്റെയും 50ൻ്റെയും ഇടയിലുള്ള ഇഷ്ടമുള്ള 12 നമ്പേഴ്സ് ആ ഒരു ബോക്സിനകത്ത് എഴുതി വെക്കണം. എന്നിട്ട് അപ്പം മിസ്സ് പറയുകയാണെ, ക്രോസ് ഔട്ട് ദ നമ്പർ യു ഗെറ്റ് ബൈ ആഡിങ് 27 and 12. മിസ് പറയുവാണ് എന്ത് ചെയ്യണം നിങ്ങൾ. ഇഷ്ടമുള്ള നമ്പേഴ്സ് എല്ലാം എഴുതി വെച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആ ബോയും ഇഷ്ടമുള്ള നമ്പേഴ്സ് എല്ലാം ഈ ബോക്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കുട്ടിയും ഇഷ്ടമുള്ള നമ്പേഴ്സ് എല്ലാം ഈ ബോക്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മിസ് പറയാണ് എന്ത് ചെയ്യണം, 27 + 12 എന്ന ആ 2 നമ്പേഴ്സ് ആഡ് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കൂ. എന്നിട്ട് ആ ഉത്തരം നിങ്ങൾ വരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ബോക്സിലുണ്ടെങ്കിൽ ആ ഉത്തരം ക്രോസ് ചെയ്ത് കളയുക അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയുക എന്ന് പറയും. മിസ്സിന് ഇഷ്ടമുള്ള നമ്പേഴ്സ് പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള നമ്പേഴ്സ് ആയിരിക്കും നിങ്ങൾ ഈ ടേബിളിനകത്ത് അല്ലെങ്കിൽ ബോക്സിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ മിസ്സിൻ്റെ ഇഷ്ടത്തിന് 2 നമ്പേഴ്സ് തമ്മിൽ പറയും. ആ നമ്പേഴ്സ് ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പർ ഈ ബോക്സിലുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് ക്രോസ് ചെയ്ത് കളയണം. അല്ലെങ്കിലോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, മിസ്സ് പറഞ്ഞത് 27 + 12 എന്നാണ്. അപ്പോൾ ഈ കുട്ടിയുടെ കയ്യിൽ വേറെ ബുക്കുകളോ പുസ്തകങ്ങളോ ഒന്നുമില്ല വർക്കൗട്ട് ചെയ്യാനായിട്ട്. ആ കുട്ടി പെട്ടെന്ന് ആ പ്രോബ്ലം ചെയ്തത് കണ്ടോ. 27 + 10 ചെയ്ത് നോക്കി. അപ്പോഴും ഉത്തരം 37 കിട്ടി. എന്നിട്ടോ +2 കൂടെ ചെയ്താൽ 39 ആയി. അതായത് 27 + 2 എന്നുള്ള ആ ഒരു നമ്പറിനെ ആ 10നെ സ്പ്ലിറ്റ് ചെയ്തല്ലേ 27 + 10 എന്നാക്കി. അത് ചെയ്യാൻ എളുപ്പമല്ലേ, പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 37 എന്ന് ഉത്തരം കിട്ടി. ഇനിയോ 10ൻ്റെ ബാക്കി 2 കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ 2 കൂടെ 37ൻ്റെ കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഉത്തരം എന്ത് കിട്ടി, 39 എന്ന് കിട്ടി. അപ്പോൾ ബുക്കുകളോ പെൻസിലോ മറ്റൊന്നും തന്നെ ഉപയോഗിക്കാതെ മനക്കണക്ക് വെച്ചിട്ട് ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു, 27 + 12 എന്ന ഈ ഒരു സംഖ്യ ആഡ് ചെയ്യാൻ സാധിച്ചല്ലേ. അപ്പോൾ 39 ഉത്തരം കിട്ടി. ആ 39 ആ കുട്ടി എഴുതി വെച്ച ഒരു കോളത്തിനകത്ത് ആ നമ്പർ ഉണ്ടായിരുന്നു. എന്ത് ചെയ്തു, ആ നമ്പർ ആ കുട്ടി കട്ട് ചെയ്ത് കൊടുത്തു. ആ ഒരു കോളം ആ കുട്ടി കട്ട് ചെയ്ത് കൊടുത്തല്ലേ. കണ്ടോ, കട്ട് ചെയ്ത് കൊടുത്തു. കം ഓൺ, ക്രോസ് ഔട്ട് 39. അപ്പം മിസ് പറയാണ് അതിൻ്റെ ഉത്തരം 27 + 12 എന്നതിൻ്റെ ഉത്തരം 39 ആണ്. അതുകൊണ്ട് 39 എന്ന് എഴുതിയേക്കുന്ന ആ ഒരു കോളം കട്ട് ചെയ്ത് കളയുക. ഹൂ എവർ ക്രോസസ് ഔട്ട് ഓൾ ദ നമ്പേഴ്സ് ഫസ്റ്റ്. അങ്ങനെ ഹൂ എവർ ക്രോസസ് ഔട്ട് ഓൾ ദ നമ്പേഴ്സ് ഫസ്റ്റ് വിൽ ബി ദ വിന്നർ. അങ്ങനെ മിസ് പറയുന്ന ആ 2 നമ്പേഴ്സ്, മിസ്സിന് ഇഷ്ടമുള്ള 2 നമ്പേഴ്സിന് മിസ് പറയും. ആ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഒരു ഉത്തരം കിട്ടുമല്ലോ. ആ ഉത്തരങ്ങൾ നിങ്ങൾ വരച്ച ആ ഒരു ബോക്സിനകത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ക്രോസ് ചെയ്ത് കളയണം. അങ്ങനെ മിസ് ഒരു 10 ക്വസ്റ്റ്യൻസ് പറയും. ആ ക്വസ്റ്റ്യൻസ് 10 അല്ല, ഒരു 15 ക്വസ്റ്റ്യൻസോളം മിസ് പറയും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം
കിട്ടുന്ന ഉത്തരങ്ങളെല്ലാം ഇതിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള നമ്പേഴ്സായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അത് ക്രോസ് ചെയ്ത് കളയാൻ സാധിക്കും അല്ലേ? നമ്പേഴ്സ് എല്ലാം വെട്ടി മാറ്റി കളയാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ആരാണോ ആദ്യം നിങ്ങൾ വരച്ചിരിക്കുന്ന ആ ഒരു ബോക്സിനകത്തുള്ള നമ്പേഴ്സ് എല്ലാം ആദ്യം ക്രോസ് ചെയ്ത് കളയുന്നത് അവരായിരിക്കും ആ കളിയുടെ വിജയി. Now you can finish this game for Razia. Ask your teacher or friend to speak out 2 numbers to add. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഗെയിം കളിച്ച് നോക്കൂ. എല്ലാവരും വീട്ടിൽ നിങ്ങളുടെ സഹോദരങ്ങളായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുമായിട്ടോ എന്ത് ചെയ്യണം? ഈ ഗെയിം കളിച്ച് നോക്കണം. അതിനായിട്ട് നിങ്ങൾ എന്തെല്ലാം ചെയ്യണം? ആ ഒരു ബോക്സ് വരയ്ക്കുക. ഇഷ്ടമുള്ള നമ്പേഴ്സ് 10 to 50 ഇടയിലുള്ള ഇഷ്ടമുള്ള നമ്പേഴ്സ് ആ ബോക്സിനകത്ത് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ നിങ്ങൾ കളിക്കാൻ ആരുമായിട്ടാണോ അവരോട് പറയുക, 2 നമ്പേഴ്സ് പറയാൻ പറയണം. എന്നിട്ട് ആ നമ്പേഴ്സ് മനസ്സിൽ ആഡ് ചെയ്ത് നോക്കുക. ആ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം നിങ്ങൾ വരച്ച ആ ഒരു ബോക്സിനകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പർ ക്രോസ് ചെയ്ത് കളയാൻ സാധിക്കും. എളുപ്പമല്ലേ? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഈ ഗെയിം? അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് മനസ്സിൽ ഇതുപോലെ ഷോർട്ട് കട്ടൊക്കെ ആയിട്ട് ആഡ് ചെയ്ത് അഡീഷനൊക്കെ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും അത് ചെയ്ത് നോക്കുക. ഇനി അടുത്തത് ചക്ക് ചക്ക് ടോലി. ചക്ക് ചക്ക് ഇൻ ഹിന്ദി മീൻസ് ക്ലീൻ ആൻഡ് ഷൈനിങ്. ചക്ക് ചക്ക് എന്നൊരു ഹിന്ദി വാക്കാണ്. അതിനർത്ഥം എന്താണ്? ക്ലീൻ ആൻഡ് ഷൈനിങ് എന്നാണ്. Chak Chak Tolly is the name of a group of children who work to clean their park. Chak Chak Tolly എന്ന് പറയുന്നത് ഒരു കൂട്ടം കുട്ടികളാണ്. ആ കുട്ടികൾ എന്ത് ചെയ്യും? അവർ പരിസരവും പാർക്കുകളും എല്ലാം വൃത്തിയാക്കാൻ നടക്കുന്ന ഒരു കൂട്ടം കുട്ടികളെയാണ് ചക്ക് ചക്ക് ടോളി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ശ്രേയ കളക്ട്സ് ദ മണി ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ഹെർ ഡയറി. ഹെൽപ്പ് ശ്രേയ ടു ഫൈൻഡ് ഔട്ട് how much money is left at the end of the month. അപ്പോൾ ശ്രേയ എന്ന് പറയുന്നത് ഈ ചക്ക് ചക്ക് ടോളിയിലുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി ഒരു മാസം ആ കുട്ടി ഇങ്ങനെ തൂക്കുകയും വൃത്തിയാക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു മാസം ആ കുട്ടിക്ക് എത്ര രൂപ ശമ്പളം അല്ലേ, എത്ര രൂപ ദിവസം കിട്ടുന്നുണ്ട് എന്നുള്ളതും എത്ര രൂപ ചെലവഴിച്ചു എന്നുള്ള കാര്യങ്ങളും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അതെല്ലാം ഡയറിയിൽ എഴുതി വെക്കുന്ന കുട്ടിയാണ്. അപ്പോൾ നമുക്ക് ആ കുട്ടിയുടെ ശ്രേയയുടെ ഡയറി നമുക്കൊന്ന് ഫില്ല് ചെയ്യാൻ ശ്രേയയെ സഹായിക്കാം. ഹെൽപ്പ് ശ്രേയ ടു ഫൈൻഡ് ഹൗ മച്ച് മണി ഈസ് ലെഫ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത്. ആ മാസത്തിനവസാനം ആ കുട്ടിയുടെ കയ്യിൽ, ശ്രേയയുടെ കയ്യിൽ എത്ര രൂപ മിച്ചമുണ്ടായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് ശ്രേയയെ സഹായിച്ചു കൊടുക്കാം. ഇപ്പോൾ ശ്രേയയുടെ ഡയറിയാണ്. ഒക്ടോബർ 3 കളക്റ്റഡ് ₹60, 60 രൂപ ശ്രേയയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഒക്ടോബർ 7 ബോട്ട് എ ബ്രൂം ഫോർ ₹18. 7-ാം തീയതി ആയപ്പോൾ എന്ത് ചെയ്തു? ഒരു ചൂല് അല്ലേ, ബ്രൂം വാങ്ങിച്ചു. എത്ര രൂപയ്ക്ക്? ₹18. ഇനി ഒക്ടോബർ 12 കാര്യമാണ്. ബോട്ട് എ ഫിനൈൽ ബോട്ടിൽ ഫോർ ₹25. ക്ലീനിങ്ങിനൊക്കെ ആവശ്യമായിട്ടുള്ളൊരു ഫിനൈൽ വാങ്ങിച്ചപ്പോൾ എത്ര രൂപ ചിലവായി? ₹25. ഒക്ടോബർ 25 കളക്റ്റഡ് ₹27 ഫ്രം ദ കാർഡ്സ് വി മെയ്ഡ്. എന്ത് ചെയ്തു? ₹27 കിട്ടിയല്ലേ. അങ്ങനെയെങ്കിൽ ആ മാസത്തെ കണക്കുകളെല്ലാം നമ്മുടെ ശ്രേയ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് സഹായിച്ചു കൊടുക്കാം. ടോട്ടൽ മണി കളക്റ്റഡ്. ആ മാസത്തിൽ എത്ര രൂപ ശ്രേയ കളക്ട് ചെയ്തു എന്നുള്ളത് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ശ്രേയക്ക് കിട്ടിയ രൂപകൾ എത്രയാണ്? 60 കിട്ടിയിട്ടുണ്ട്, പിന്നെ 27 കിട്ടിയിട്ടുണ്ട്. ഈ ഇടയിലത്തെ രണ്ടും ശ്രേയയുടെ കൈകളിൽ നിന്ന് ചിലവായ ഒരു ചൂലിന് വേണ്ടിയിട്ടും ഒരു കുപ്പി ഫിനൈൽ വാങ്ങിക്കാനും വേണ്ടിയിട്ടും ചിലവായ കണക്കുകളാണ് ഇവിടെ ഇടയ്ക്ക് 2 എണ്ണം കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഫസ്റ്റ് കാണുന്ന ഈ ഒക്ടോബർ 3 60 രൂപയും ഒക്ടോബർ 25 27 രൂപയും ശ്രേയക്ക് കിട്ടിയ ശമ്പളങ്ങളാണല്ലേ, അല്ലെങ്കിൽ കിട്ടിയ എമൗണ്ടാണ്. അപ്പോൾ ആ മാസം ശ്രേയക്ക് എത്ര രൂപ കിട്ടി? ടോട്ടൽ മണി കളക്റ്റഡ് ഈസ് ഈക്വൽ ടു
60 പ്ലസ് 27. ഉത്തരം എന്ത് കിട്ടും? 60 പ്ലസ് 27 എന്താണ്? 60 പ്ലസ് 20 80 ആണ്. അപ്പോൾ 80 പ്ലസ് 7 എന്താണ്? 87 അല്ലേ? 20 സ്പ്ലിറ്റ് ചെയ്തേ 20 പ്ലസ് 7 ആക്കാൻ സാധിക്കത്തില്ലേ? അപ്പോൾ 60 പ്ലസ് 20 80 ആണ്. 80 പ്ലസ് 7 87 ആണ്. 87 റുപ്പീസ്. ഓക്കെ, 87 റുപ്പീസ്. ഇനി അടുത്തത് ടോട്ടൽ മണി സ്പെൻഡ്. ഇനി എത്ര രൂപ ചിലവഴിച്ചു എന്നുള്ളതിൻ്റെ കണക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എത്ര രൂപ ചിലവായിട്ടുണ്ട്? 25ഉം 18ഉം അല്ലേ? അപ്പോൾ 25 പ്ലസ് 18. 25 പ്ലസ് 18 എന്താണ്? 25 പ്ലസ് 20 ചെയ്ത് നോക്കിക്കേ, എന്ത് കിട്ടും? 25 പ്ലസ് 20 45 ആണ്. അപ്പോൾ 20യിൽ നിന്ന് 2 മൈനസ് ചെയ്യുന്നതാണ് 18 അല്ലേ? അപ്പോൾ 45 മൈനസ് 2 എന്താണ്? 43 ആണ്. നമുക്ക് എളുപ്പത്തിൽ മനസ്സിൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? 18 എന്ന നമ്പറിനെ 2 നമ്പർ ആഡ് ചെയ്ത് കൊടുത്ത് 20 ആക്കി അല്ലേ? അപ്പോൾ കിട്ടുന്ന ഉത്തരം 2 നമ്പർ അധികം ഉണ്ടായിരിക്കും അല്ലേ? 2 അങ്ങ് നമുക്ക് മൈനസ് ചെയ്താൽ പോരെ? 25 പ്ലസ് 18 എന്താണ്? 43 കിട്ടും. അതെങ്ങനെയാണ്? 25 പ്ലസ് 20 ചെയ്ത് നോക്കി. അപ്പോൾ എന്ത് കിട്ടി? 45 കിട്ടി. അപ്പോൾ 20യിൽ നിന്ന് 18ലോട്ട് 2 നമ്പറിൻ്റെ കുറവുണ്ടല്ലേ? അപ്പോൾ കിട്ടിയ ഉത്തരം 45 മൈനസ് 2 ചെയ്ത് നോക്കിയപ്പോൾ 43 എന്ന് കിട്ടി. സംശയമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് നോക്കൂ. അപ്പം ഉത്തരം എന്ത് കിട്ടി? 43 എന്ന് കിട്ടി. റുപ്പീസ് 43. അപ്പോൾ ഒരു മാസം ശ്രേയക്ക് കിട്ടിയ എമൗണ്ട് 87 ആണ്. ശ്രേയയുടെ കയ്യിൽ നിന്ന് ചിലവായ പൈസ 43 ആണ്. അങ്ങനെയെങ്കിൽ മണി ലെഫ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ഒക്ടോബർ. അങ്ങനെയെങ്കിൽ എന്താണ്? ഈ ഒരു മാസം ശ്രേയയുടെ കയ്യിൽ എത്ര രൂപ മിച്ചമുണ്ടായിരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? കിട്ടിയ എമൗണ്ട് 87 ആണ്. ചിലവഴിച്ച എമൗണ്ടോ 43 ആണ്. അപ്പോൾ ഇനി എത്ര മിച്ചം ഉണ്ടാവും ശ്രേയയുടെ കയ്യിൽ? 87 മൈനസ് 43. 87 മൈനസ് 43 എന്താണ്? എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഡൗട്ട് വരുത്തി തെറ്റിക്കണ്ട, ചെയ്ത് നോക്കിക്കോളൂ. ഉത്തരം എന്ത് കിട്ടി? 44 കിട്ടി. ഓക്കെ, 44 കിട്ടി അല്ലേ? ഈ ക്വസ്റ്റ്യൻ പേജ് നമ്പർ 122 ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റും എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതി ചെയ്യണം. ഓക്കെ, നോട്ട്ബുക്കിൽ തന്നെ ചെയ്യണം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് നമ്മുടെ ഈ ചാപ്റ്ററിലെ. ചിൽഡ്രൻ ഓഫ് ചച്ചക്ടോലി കൗണ്ടഡ് ദ നമ്പർ ഓഫ് ട്രീസ് ഇൻ ദ പാർക്ക്. അപ്പോൾ ചച്ചക്ടോലി എന്ന വൃത്തിയാക്കാൻ നടക്കുന്ന കുട്ടികളുടെ സംഘം എന്ത് ചെയ്തു? പാർക്കിലെ കുറച്ച് മരങ്ങളുടെ എണ്ണം എടുത്തു. കണ്ടോ, ഈ ഫസ്റ്റ് കാണുന്ന ഈ ഫിഗറിലുള്ള മരങ്ങൾ എത്ര എണ്ണം ഉണ്ട് അവിടെ? നമ്പർ ഓഫ് ട്രീസ് എത്രയാണ്? 90. സെക്കൻഡ് ഉള്ള ഈ ഒരു മരം 75 എണ്ണം ഉണ്ട്. തേർഡ് ഉള്ള ഈ ഒരു മരം 82, ഇത് 68, ലാസ്റ്റ് വൺ 94 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ മരങ്ങളും എത്ര വീതം ഉണ്ടെന്നുള്ള കൗണ്ടെല്ലാം ഈ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, ഈ ഒരു ട്രീസ് വെയർ മോർ ദാൻ ട്രീസ് ഹൗ മെനി മോർ. കണ്ടോ, ഈ ഫസ്റ്റ് കാണുന്ന ഈ ഒരു മരത്തിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ എണ്ണം കൂടുതലാണ് മറ്റേ ട്രീനെ കാട്ടിയും. അത് എത്ര കൂടുതലാണ് എന്ന് കണ്ടുപിടിക്കണം. ഫസ്റ്റ് കാണുന്ന ഈ ട്രീ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 90 അല്ലേ? 90 ആണ്. ഈ ട്രീ എത്ര എണ്ണം ഉണ്ട്? ഈ ട്രീ എത്ര എണ്ണം ഉണ്ട്? 82 അല്ലേ? 82 അല്ലേ? ഫസ്റ്റ് കാണുന്ന ഈ ട്രീ 90 ഉണ്ട്. ക്വസ്റ്റ്യനിലുള്ള രണ്ടാമത്തെ ട്രീ 82 ഉണ്ട്. അപ്പോൾ നമ്പേഴ്സ് തമ്മിൽ കാണുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഏറ്റവും കൂടുതലുള്ളത് ഈ ട്രീ ആണല്ലേ. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ ഫസ്റ്റ് കാണുന്ന ഈ ട്രീ എത്ര കൂടുതലാണ്, മറ്റേ ഈ ഒരു ട്രീനെ കാട്ടിയും എത്ര നമ്പർ കൂടുതലാണ് എന്നാണ് ചോദ്യം. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് കാണുന്ന നമ്പറിൻ്റെ എണ്ണം 90 ആണ്. പിന്നീടുള്ള നമ്പറിൻ്റെ എണ്ണം 82 ആണ്. ഓക്കെ, അപ്പോൾ 90 മൈനസ് 82 എന്താണ് ഉത്തരം? 90 മൈനസ് 82 എന്ത് കിട്ടും? 8 ആണ്. അപ്പോൾ എത്ര എണ്ണം കൂടുതലാണ് ഈ ഒരു ട്രീ? ഈ ഫസ്റ്റ് ട്രീ മറ്റേ ട്രീനെ കാട്ടിയും എത്ര എണ്ണം കൂടുതലാണ്? 8. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ദ ട്രീ വിച്ച് ഈസ് ലീസ്റ്റ് ഇൻ നമ്പർ. ഏറ്റവും കുറവ് എണ്ണമുള്ള ട്രീ. ഏറ്റവും കുറവ് എണ്ണമുള്ള ട്രീ ഏതാണ്?
68 ആണ് ഏറ്റവും ചെറിയ നമ്പർ അല്ലേ, കൂട്ടത്തിലെ ഏറ്റവും ചെറിയ നമ്പർ 68 ആണ്. അപ്പോൾ ആ ട്രീ ഇവിടെ വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ഫിഗർ വരയ്ക്കുക. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വരച്ചാൽ മതി, ഈ ഒരു ഫിഗർ വരയ്ക്കുക. ഇനി അടുത്തത് ഡ്രോ ദ ട്രീ വിച്ച് ഇസ് മോസ്റ്റ് ഇൻ നമ്പർ. ഏറ്റവും കൂടുതൽ എണ്ണം ഉള്ള ട്രീ ഏതാണ്, ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 94. അപ്പോൾ 94 നേരെയുള്ള ഈ ട്രീ അല്ലേ, അതാണ് ഏറ്റവും കൂടുതൽ നമ്പർ വരുന്നത്. ആ ട്രീയുടെ പടവും വരയ്ക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ സൈഡിൽ വരച്ചാൽ മതി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ചിൽഡ്രൻ പ്ലാന്റഡ് സം മോർ. ഈ ഒരു ട്രീയും കൂടെ കുറച്ച് കുട്ടികൾ എന്ത് ചെയ്തു, പ്ലാന്റ് ചെയ്തു അല്ലേ. ടു മേക്ക് 100 ആക്കാൻ വേണ്ടി ഈ ഒരു ട്രീ സെക്കൻഡ് ഈ ഒരു ട്രീ കുറച്ചുകൂടെ എല്ലാവരും പ്ലാന്റ് ചെയ്തു. ഹൗ മെനി മോർ ഡിഡ് ദേ പ്ലാന്റ്? അങ്ങനെയെങ്കിൽ അവർ എത്ര 100 ആക്കാൻ വേണ്ടി എത്ര ട്രീസ് ആയിരിക്കും അവർ പിന്നെയും നട്ടുപിടിപ്പിച്ചത്? ഓക്കെ, അപ്പോൾ ഈ ട്രീസ് 75 ഉണ്ടല്ലേ, 100 ആക്കാൻ വേണ്ടി എത്ര എണ്ണം കൂടി നട്ടിട്ടുണ്ടായിരിക്കും? 100 മൈനസ് 75 ദാറ്റ് ഈസ് ഈക്വൽ ടു 25 ആണ്. അപ്പോൾ 25 ആ വൃക്ഷം കൂടി ഈ വൃക്ഷം കൂടി ആ പാർക്കിൽ അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അല്ലേ. 100 എന്ന നമ്പർ തികയ്ക്കാൻ വേണ്ടി നട്ടുപിടിപ്പിച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ലെസൺ ഇവിടെ തീർന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രാക്ടീസ് ബുക്ക് പഠിക്കാം. നോട്ട് ബുക്കിൽ ചെയ്യാൻ പറഞ്ഞ ആ വർക്ക് എല്ലാവരും നോട്ട് ബുക്കിൽ തന്നെ ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ വർക്കുകളെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യുക. എന്നിട്ടോ ആ ഗെയിം മിസ് പേജ് നമ്പർ 120 പഠിപ്പിച്ച ഈ ഒരു ക്രോസ് മീ ഔട്ട് ഗെയിം എല്ലാവരും സ്വന്തമായിട്ടും അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ മുതിർന്നവരുടെയോ സഹായത്തോടു കൂടി ചെയ്യാൻ ശ്രമിക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിസ്സിനെ ഉറപ്പായും കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.